അടിപൊളി ലോബ്സ്റ്റർ മുട്ട നിറഞ്ഞിരിക്കുന്നു, ഹെവി മുട്ട നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി വീട്ടിൽ നമ്മളുടെ ലോബ്സ്റ്റർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നടന്ന സംഭവങ്ങളാണ്. രണ്ട് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോയാരണി. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫുൾ സെറ്റപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തൊക്കെയോ ബാർബിക്യൂ ചെയ്യാനോ എന്തൊക്കെയോ കാര്യങ്ങൾ സെറ്റപ്പ് ആക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ അബിയുണ്ട്, ഇത് അപ്പുവാണ്, അബിയുണ്ട്, ലിൻറ്റോ ഉണ്ട്. എന്തിനാ അവനെന്ത് ചെയ്യാ? അപ്പോൾ ഇന്ന് നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ സെറ്റാക്കണം. അപ്പോൾ എനിക്കൊരു കോൾ വന്നു, ഒരു കാര്യമുണ്ട്, വാ പെട്ടെന്ന് കടയിലോട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ച് ചെറുതായിട്ട് ഫിഷ് ബാർബിക്യൂ ചെയ്യാമെന്ന്. അപ്പോൾ കടയിൽ ചെന്നതിന് ശേഷം ഇവന്മാർക്ക് അറിയത്തില്ല ആക്ച്വലി എന്താണ് സംഭവം ബാർബിക്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കടയിൽ ചെന്നതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. ജസ്റ്റ് അങ്ങനെ ഫിഷ് ലാൻഡ് കുമ്പനാടിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കണ്ടിട്ട് മീൻ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കാർ പാർക്ക് ചെയ്തിട്ട് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കടയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫിഷ് ലാൻഡ് കുമ്പനാടാണത്. അപ്പോൾ ഇവിടെ ഏറ്റവും ഫ്രഷ്, അടിപൊളി ഫ്രഷ് സാധനം രാവിലെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് രാവിലെ ചേട്ടൻ പറഞ്ഞൊരു സാധനമുണ്ട് കാണിക്കാൻ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട്. അത് ചേട്ടാ എന്തുണ്ട്? ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്, അത് ലോബ്സ്റ്ററാണ്. ഇത് വറക്കാനും എല്ലാത്തിനും നല്ല സാധനമാണ്. ഇത് ആദ്യമായിട്ടാണ് ഈ കുമ്പനാടിലൂടെ വരുന്നത്. ഞങ്ങളുടെ കടയിൽ മാത്രമേ ഇത് സ്ഥിരമായിട്ട് വരാറുള്ളൂ, മറ്റു കടകളിലൊന്നും ഇത് കാണാറില്ല. അത് നല്ല ഡിമാൻഡ് ഉണ്ട്. എനിക്കൊന്ന് 4 എണ്ണം വന്നിട്ടുണ്ട്. 4 എണ്ണത്തിൻ്റെ എന്നോട് ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഇവന്മാർ ആരോടും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്താ സംഭവം എന്ന്. നമുക്ക് എന്തായാലും കടയുടെ വെളിയിലോട്ട് വരാം. പാപ്പ എടാ എന്തുകൊണ്ട് സംഭവം അടിപൊളിയല്ല. നമുക്ക് സൈസ് നോക്കുക, ലിറ്ററലി സൈസ് നോക്കുക. ഒരു ഫുൾ ഇതുണ്ട്. ഇത് ഏകദേശം 2 കിലോയോളം വരുന്ന ലോബ്സ്റ്റർ കേട്ടോ. നമുക്ക് 2 കിലോയോളം വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ ഐറ്റം ഇതാണ്. ഇതിനെ സാധനം എന്ത് ചെയ്യണോടാ അവിയെ? ഗ്രില്ലോ. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും പുതിയ പ്ലാൻ ഇടാം. ഇതിനെ എങ്ങനെ ഗ്രില്ല് ചെയ്യണം, ഇതിനെങ്ങനെ അടിപൊളി സെറ്റ് ആക്കണം. അപ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മീൻ നല്ല ഫ്രഷ് അടിപൊളി മീനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് എന്തൊക്കെ മീനുകളുണ്ട് ഫുൾ വാട്സാപ്പിൽ കാര്യങ്ങളെല്ലാം പറയും. ഏത് മീനാണെന്ന് എനിക്കറിയത്തില്ല. ഏത് മീനാണ് അതിന്? ഓ ഗൈസ്, ഇതാണ് മൂതാമാൻ. പിന്നെ അടിപൊളി സാധനം വലിയൊരു മീനൊക്കെ കിട്ടും. ആ ഒരു ഇതിലുണ്ടോ? അപ്പോൾ ഫുൾ ബാർബിക്യൂ ഫുൾ ഗ്രില്ല് ചെയ്യണം താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഫ്രഷ് കിട്ടും. ഇന്നലെ കട തുറന്നിട്ടില്ലായിരുന്നു. ഉള്ളി ഫ്രഷ് മീൻ മാത്രമേ കടയിൽ വിൽക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഫ്രഷ് ആയിട്ട് വരുന്ന മീൻ നമുക്ക് വാട്സാപ്പിലും കാര്യങ്ങളെല്ലാം ഇവർ ഡീറ്റെയിൽ ഇടും. ആ ഡീറ്റെയിൽസ് ത്രൂ നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് എന്തൊക്കെ മീൻ വേണമെന്ന് അറിയാൻ പറ്റും. അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തതാണ്. 4 ലോബ്സ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. 3 എണ്ണത്തിന് ഫുൾ ഡിമാൻഡ്. ഒരെണ്ണം ഞാൻ പിടിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ ചേട്ടൻ ഭയങ്കര നമ്മുടെ ചാനലൊക്കെ കാണുന്നതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു ഉറപ്പായിട്ട് ഇത് റെഡിയാക്കി വെച്ചേക്കാന്ന്. അപ്പോൾ നമ്മൾ ലോബ്സ്റ്റർ എടുത്തിട്ടുണ്ട്. ഈ ലോബ്സ്റ്റർ എടുത്തിട്ട് ഇനി നമ്മളിതിനെ ഗ്രില്ല് ചെയ്യണോ ബാർബിക്യൂ ചെയ്യണോ കുക്ക് ചെയ്യണോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ ഫുൾ റെയർ സാധനം കേട്ടോ. വിത്ത് മുട്ട കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നോക്ക്. അപ്പോൾ ഇനി ഈ മുട്ട തിന്നാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ തിന്നാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് എന്തായാലും ശ്രമിച്ചു നോക്കാം. നമുക്കടുത്ത് അപ്പോൾ ഇതിൻ്റെ ഡീലിങ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ പോന്നു. അപ്പോൾ വെൽക്കം ബാക്ക് ഗൈസ്. സോ അപ്പോൾ ഇന്നലെ നമ്മൾ ലോബ്സ്റ്റർ മേടിച്ച് കുക്ക് ചെയ്യാനുള്ള പ്ലാനിങ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോബ്സ്റ്റർ ആയി കഴിഞ്ഞപ്പോൾ ഇവന്മാർ പറഞ്ഞു ഞാൻ കുക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്പെർട്ട് ഷെഫ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മളിവിടെ കാണുന്ന 2 പേരും ഇവര് ദിവ്യാസ് കിച്ചന്റെ ആൾക്കാരാണ്. മെയിൻ സോൾ ആൻഡ് സോൾ. അപ്പൊ ആക്ച്വലി നിനോസിന്റെ വൈഫാണ്. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കല്യാണത്തിൽ കഴിഞ്ഞ 2 വർഷത്തിന് ഒരു മട്ടൺ ബിരിയാണി തന്ന് ഞങ്ങളെ ഫുൾ ഈ കുമ്പനാടിനെ മൊത്തം മൈക്ക് എടുത്തേക്കുന്ന ആൾക്കാരെ കേട്ടോ. ചേച്ചി അടിപൊളിയായിട്ട് കേക്ക് ബേക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ദിവ്യാസ് കിച്ചൻ. സോ അപ്പോൾ ഫുൾ കോൺടാക്ട് ഞാൻ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെറിയ ചെറിയ കാറ്ററിങ്സ്, പാർട്ടീസ്, കേക്ക്സ് അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞ 2 years ആയിട്ട് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ഫംഗ്ഷൻസിനും കേക്ക് ചേച്ചി ഞാൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാ ഫുഡും ഫുള്ള് കാര്യങ്ങളും ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ലോബ്സ്റ്റർ കുക്കിംഗ് ഇവിടെ എവിടെ വരെ എത്തിയിട്ടുണ്ടോ നോക്കാം. ഇപ്പം സംഭവം എന്താ നടക്കുന്നത്?
കടലിൽ നിന്ന് പിടിക്കുന്ന എല്ലാ മീനും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ചിലത് ഇങ്ങനെ ചിലതുണ്ട് കറക്റ്റായിട്ട് നോക്കി. നമ്മളുടെ ലോബ്സ്റ്റർ ക്ലീൻ ചെയ്ത സമയത്ത് നടന്ന സംഭവങ്ങളാണ്. രണ്ട് കുരുന്നുകളാണ് അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് ആക്കിയത്. അവരുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ശരിയാൻ വേണ്ടിയതായിരുന്നു കുറച്ച് ലിപ്സ്റ്റിക് അല്ല, നമുക്ക് അടുത്ത തവണ ലിപ്സ്റ്റിക് സെറ്റ് ആക്കാൻ കേട്ടോ. ഇത് മറ്റേ ഏതായിരുന്നു, ഏതൊക്കെ മറ്റേ പാർട്ടിക്ക് കൊടുത്തു. ഈ ഒരു കാഴ്ച കാണുമ്പോ ഇത് കേട്ടോ, ഇത് നമ്മൾ ഇത്ര നേരം മറ്റേ ലോബ്സ്റ്റർ കുക്ക് ചെയ്തോണ്ടിരുന്നപ്പോ സോ ഗൈസ്, അങ്ങനെ ഒരു 20 മിനിറ്റ്സിന്റെ വർക്കൗട്ടിന് ശേഷം നമ്മൾ ഫുൾ ലോബ്സ്റ്റർ ക്ലീൻ ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് കേട്ടോ. ഇങ്ങനത്തെ ലോബ്സ്റ്റർ ക്ലീനിങ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഞാൻ കുറേ യൂട്യൂബിൽ തപ്പി നോക്കി കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഇത് വളരെ അപ്പം എന്നെ ഭയങ്കര ഇതെന്ന് പറഞ്ഞാൽ, നോർമലി ലോബ്സ്റ്റർ കട്ട് ചെയ്യുന്നപ്പോഴല്ലോ നമ്മൾ ഈ ഒരു പീസ് മുതൽ ഈ ഒരു പീസ് ഒരു യൂസ് ചെയ്തില്ല. ഈ പീസ് നോർമലി ഇത് ചെയ്യത്തില്ല, പക്ഷേ ഇത്രയും നീറ്റ് ഇതിനകത്തുണ്ട്. അപ്പം ക്ലീനിങ് കുറച്ച് പണിയാണ്, പക്ഷേ ആസ് ഒരു എന്താ പറയുക, ഒരു പ്രീമിയം ക്വിസിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ സാധനം സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മൊത്തം വർക്ക് ചെയ്തത് ദിവ്യ സ്കെച്ചിലെ ചേച്ചിയാണ്. ഇതാണ് ദിവ്യ ചേച്ചി. ചേച്ചിയാണ് മെയിൻ ഷെഫ്. പിന്നെ ഉണ്ട് കേട്ടോ എൻ്റെ ചേച്ചിയുടെ ഇത് അപ്രന്റീസ് മുങ്ങിയിട്ടുണ്ട്. ഇപ്പം വരും കേട്ടോ, ചേച്ചിയുടെ ഹസ്ബൻഡ് ഇപ്പം വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചേച്ചി നമ്മളെങ്ങനെ എന്താ ചെയ്യാൻ പോകുന്നത്? ബട്ടറിനകത്ത് സോട്ട് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ടറും വന്നിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നമുക്ക് അവളാണ് ചോദിക്കുക, ആരുണ്ടാക്കുന്ന ഫുഡ് അവളാണ് ഇഷ്ടം ചോദിക്കുക. ആരുണ്ടാക്കുന്ന ഫുഡാ ഇഷ്ടം? ഇത് പറഞ്ഞു പഠിപ്പിച്ചതല്ലേ, ഇന്നലെ രാത്രി ട്രെയിനിങ് തന്നതല്ലേ? സത്യം. എന്താ ഓഫർ ചെയ്ത ചോക്ലേറ്റ് ആണ്. പിന്നെ സോസേജ് ഓ, അപ്പൊ നമ്മള് ബട്ടർ ഇട്ട് നല്ലോണം ഗാർലിക് സോട്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് നല്ല മിനി ആയിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇപ്പം മറ്റേ ഷെഫിനെ തെള്ളിക്കളഞ്ഞിട്ട് അപ്രന്റീസ് ആണ് വന്ന് നിൽക്കുന്നത്. പാവൻ ഷെഫ് അവിടെ പുറകിലുണ്ട് കേട്ടോ. ചേച്ചി പേര് പറയാ ചേച്ചി, ലോബ്സ്റ്ററിന്റെ ഈ റെസിപ്പിയുടെ പേര്? QSB സ്പെഷ്യൽ ഹോംലി ബൈറ്റ്സിന്റെ സ്വന്തമായ ലോബ്സ്റ്റർ റെസിപ്പി. ഞാൻ എല്ലാ ആഴ്ചയിലും ഓരോ വസ്തു വെച്ചോ വല്ല മാൻ നിർത്തിയ ചില്ലി പൗഡർ, ടർമറിക് പൗഡർ. ഇനി നമ്മളൊരു സോസ് റെഡിയാക്കിയിട്ടുണ്ട്. ആ സോസും കൂടി ആഡ് ചെയ്യും. എന്തൊക്കെ മിക്സ് സോസിനകത്ത്? സോസ് ജസ്റ്റ് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും സോയ സോസ് ഇതുകൂടെ എടുക്കണം. സോസും ചെറുപ്പാണ്. ഈ മീറ്റ് ഒരു ഇച്ചിരി സ്വീറ്റ് ചെയ്യാം. ആ സ്വീറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പെപ്പർ. ശരിക്കും പെപ്പറാണ് ഒന്നുകൂടെ
വൈറ്റ് പെപ്പർ അതിന് വേണ്ട. സ്ഥലമില്ലല്ലേ അത് വേറെ പാൻ വെക്കണം. വേറെ പാൻ വെച്ചിട്ട് അത് മാത്രം സോട്ട് ചെയ്യല്ലേ. പാല് മാത്രം ഷെല്ലൊക്കെ കറിഞ്ഞൊന്നും ഉണ്ടല്ല ഡീറ്റെയിലായിട്ട് നിൽക്കണം. തിരിച്ചിവിടെ കഴിഞ്ഞിട്ട് പോലെ എന്നാ ചേട്ട വരാത്തെ ചേട്ട കുടിക്കാത്തെ ഈ ചേട്ടന്റെ എല്ലാം അനിയനെ കൊടുത്തോണ്ടിരിക്കുന്നത്. കള്ളം പറഞ്ഞ ആളില്ലേ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന അപ്പു, ലിറ്റോ, അബി, നവോമി സൈഡൊന്നും അതെ നവോമിന്റെ അപ്പുറത്തിപ്പുറത്തൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ള മേളം അല്ല കാണിക്കണം ഒരു ടേസ്റ്റ്. എരി വേണം. അപ്പൂന് കൊടുക്കണ്ട. നവോമി ചേച്ചി മിക്കി വിളിക്കുന്നത് പെട്ടെന്ന് എടുക്ക്, ഞാൻ കഴിച്ചിട്ട് പോട്ടെ. നവോമി കുഞ്ഞ് എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്? എന്താണ് അവിടെ കുക്ക് ചെയ്യുന്നത് പറ. അറിയില്ല. അതറിയത്തില്ലേ? ഓ രണ്ടാ അതിന്റെ പേരാണ് ലോബ്സ്റ്റർ. എന്ത് വേറെ ലോബ്സ്റ്റർ നോക്കാം. അപ്പൊ മാറാ ലോബ്സ്റ്റർ കാണിക്കുന്നത് കണ്ടോ ഞങ്ങള് ലോബ്സ്റ്റർ. തീയൊക്കെ കേട്ടതാ. ഓ അങ്ങനെ ലോബ്സ്റ്റർ പോയല്ലേ. അപ്പൊ ഗൈസ് നമ്മളെല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി പ്രസന്റേഷൻ ആണ്. പ്രസന്റേഷൻ എല്ലാവരും വെയിറ്റിംഗ് കേട്ടോ. എല്ലാവരും ഇവിടുന്ന് മാറിക്കോ. ഉള്ളി ഷെഫും മറ്റേ ക്യാമറമാനും ഞാനും മാത്രം മതി. ബാക്കി എല്ലാവരും പോണോ ഇവിടുന്ന്. നീ ഇവിടുന്ന് കമ്പും കോലൊക്കെ എടുത്തിട്ട് പോയിക്കോ. അതുകൊണ്ട് നമുക്കിത് നെക്സ്റ്റ് ഇതിന്റെ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെറ്റപ്പ് നോക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ. നവമിക്ക് പേടിയാണോ? പ്രപ്പോസൽ ഇതാണ് കറക്റ്റ് പ്രപ്പോസൽ. ഏറ്റവും വണ്ണമുള്ള അവന് കുറച്ച് പീസും ഏറ്റവും മെലിഞ്ഞ ഇവന് കുറച്ച് കൂടുതൽ പീസും അല്ലേ നവമി? നവമിക്കുണ്ട്. അയ്യോ അവർ ഇത്ര നേരം ഞാൻ 69 നീ 77. അന്നേരം ഞാൻ 53 ഉള്ളൂ. അങ്ങനെ ലോബ്സ്റ്ററിന്റെ തല കണ്ടില്ലേ ഗൈസ്? ഒരു കൈയുടെ അത്ര ഉള്ള ലോബ്സ്റ്ററിന്റെ തല ഫുൾ. ഓക്കെ നമ്മളെ കട്ടിംഗ് പ്രോസസ് നടക്കുന്നുണ്ട്. എടാ അബി നോക്കടാ, ഇവിടെ വന്ന് നോക്കടാ. കമ്പുണ്ടല്ലേ? ഞാൻ നോക്കുമ്പോ മുറിയുന്നില്ല. നിന്നാശേഷം മുറിച്ച് എല്ലാവർക്കും പീസ് പീസ് തരുന്നതായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാരും ടേസ്റ്റ് നോക്കാവൂ. അതല്ലാതെ അപ്പൊ അതിനകത്ത് വരല്ല. അപ്പുന്റെ കൈ എല്ലാവരുടെ അല്ലേ മമ്മി? അതെ മിണ്ടല്ലേ കേട്ടോ. ഞാൻ ഏറ്റവും വലിയ നിനക്കാണ് കേട്ടോ. ഏറ്റവും വലിയ പീസ് നിനക്കാ കിട്ടി. എടാ എന്താണ് നിനക്കൊരു ഇതില്ലാത്തത്? ആ ലോബ്സ്റ്ററിന്റെ അടുത്ത പീസ്. ഓ മൈ ഗോഡ്.
ഇങ്ങനെയാണ് പിള്ളേരെ വലിയ എടാ പറടാ കഴിച്ചിട്ട് ടേസ്റ്റ് പറ. അങ്ങനെ അപ്പോൾ ആണ് ആദ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനോ നീ കഴി. അതല്ല അടിപൊളി സാധനം. അടിപൊളി. ഗ്രേവിയുടെ ടേസ്റ്റ് കറക്റ്റ്. ഇവിടെ ക്രാബിനകത്തെ കഴിക്കത്തില്ലേ, നമ്മളെ ലെഗ് പൊട്ടിച്ച് കഴിക്കത്തില്ലേ, അടിപൊളി. ഓ നല്ലോണം ഇൻഫ്യൂസ് ആയെന്ന് തോന്നുന്നു. അപ്പന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് എന്റെ വായിൽ ഇവിടെ കപ്പൽ വിടുന്നു. അതുകൊണ്ട് ഒരുത്തരെ കണ്ടോ? ആ ടെഡിബറിന്റെ കയ്യിൽ നിന്നല്ലേ എടുത്തോ. എങ്ങനെയുണ്ട് നോമി? അങ്ങനൊന്നും കഴിക്കാറില്ല. കഴിക്കും. എങ്ങനെയുണ്ടാ? സൂപ്പറാണോ? കൊച്ചിന് ഇഷ്ടപ്പെട്ടു. ഓ മൈ ഗോഡ്, കൊള്ളാം, അടിപൊളിയാ. തരാം. യെസ്, വരുന്നു. സൂപ്പറാ, അടിപൊളിയാ. നഷ്ടപ്പെട്ടു നോമിക്ക്. ഏറ്റവും സൂപ്പർ അതാ നീ കഴിക്കും. നീ അത് പയ്യെ മാന്തി കഴിക്കും. ഭയങ്കര ടേസ്റ്റാണ്. ഓ കൊള്ളാം. എന്നുവെച്ചാൽ ആക്ച്വലി ലോബ്സ്റ്റർ ടേസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഗ്രേവിക്ക് നല്ലൊരു കോമ്പിനേഷൻ വരുന്നുണ്ട്. കൊള്ളാം, നല്ലൊരു ആൽക്കമി പോലെ. സൂപ്പർ. കണ്ടോ, നവമിയുടെ സൈഡിൽ നിന്ന് അടിപൊളി റേറ്റിംഗ് വന്നിട്ടുണ്ട്. അടിപൊളി സൂപ്പർ ആണ്. എന്ത് നമ്മുടെ ഷെഫ് എന്ത്? നമ്മുടെ ഷെഫ് മീറ്റ് ലോഫ് അല്ലല്ലോ, സോറി ബ്രെഡ് ലോഫ് എടുക്കാൻ പോയതാണ്. ബ്രോ ഗാർലിക് ബ്രെഡ് ഒക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട്. ചേച്ചി അതുകൊണ്ട് ഇവിടെ ചേച്ചി ഇത് കാണാൻ എക്സ്പ്രഷൻ കാണുമായിരുന്നു. പിള്ളേരൊക്കെ കണ്ടോ? വാ നമ്മളെ മെയിൻ ഷെഫ് വന്നിട്ടുണ്ട്. എന്ത് ഒരു നാടൻ ഇതല്ലല്ലോ, ഒരു മിക്സ് എന്ന് പറയുന്നത്. ബട്ടർ ഗാർലിക് അപ്പം അടിപൊളി ലോബ്സ്റ്റർ. എക്സ്പെക്ട് ചെയ്തതിനൊക്കെ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. എന്റെ എക്സ്പ്രഷൻ കാണാൻ പറ്റില്ല, പക്ഷേ ഹെവി സാധനമായിരുന്നു കേട്ടോ. ഇപ്പോഴും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അത് തീരുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തിയാലേ പറ്റത്തുള്ളൂ. സോ ഗൈസ്, ഈ റെസിപ്പി നിങ്ങൾ ഉറപ്പായി ട്രൈ ചെയ്യണം. ഞാൻ ഈ റെസിപ്പിയുടെ ഫുള്ള് ഒരു ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും എന്തൊക്കെയാണെന്ന്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ, ഈ ലെവലാണ് ലോബ്സ്റ്റർ എന്ന്. അപ്പം ശരിക്കും നന്ദി പറയാനുണ്ട് നമ്മൾ ഫിഷ് ലാൻഡ് കുമ്പനാടും ദിവ്യാസ് കിച്ചണിലെ ദിവ്യ ചേച്ചിക്കും നിനോസിനും ഇവർക്കെല്ലാം. എന്ന് വെച്ചാൽ ഒരു അടിപൊളി സാധനം ഞാൻ ഉണ്ടാക്കിയിരുന്നത് ഇതിപ്പോൾ എവിടെ ഫെയിൽ ആയെന്ന് പറയുന്നത്. പക്ഷേ ഹെവി അടിപൊളി സാധനം കിട്ടിയത് കൊണ്ടുള്ള ഭയങ്കര തൃപ്തിയുണ്ട്. അത് തിരുവനന്തപുരം പോകണം, എൻ്റെ വായിൽ വെള്ളം ഒഴുകുന്നതും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ആണെങ്കിൽ ഷെയറും ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. ഇതിനകത്തൊരു ജ്യൂസ് വരും. വലിക്കേ അല്ലേ?